ഇടവപ്പാതിയിലും കർക്കിടകത്തിലും തിമിർത്തു പെയ്യുന്ന കാലവർഷം ജില്ലയിലെ കാർഷിക മേഖലയെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവയെ മഴ ദോഷകരമായി ബാധിച്ചാൽ ഓണത്തിന് പൂർണ്ണമായും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്നും നാടൻ പച്ചക്കറികളുടെ വരവ് ഗണ്യമായി കുറയുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ഓണവിപണിയിൽ ഇത് വൻ വിലക്കയറ്റത്തിന് തന്നെ വഴിതെളിക്കുമെന്നാണ് സൂചന. ജൂൺ ആരംഭത്തിൽ തന്നെ കരുത്താർജിച്ച മഴ ഇടവപ്പാതിയിലും കരുത്താർജിച്ചു മുന്നേറി കഴിഞ്ഞ 50 ദിവസമായി തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ വാഴ, മരച്ചീനി, പാവൽ, പടവലം, കോവൽ, പീച്ചിൽ എന്നിവ വെള്ളത്തിനടിയിലാഴ്ത്തിയിരിക്കുകയാണ്. പച്ചക്കപ്പയ്ക്കും ഏത്തക്കായ, മറ്റ് പഴവർഗ്ഗങ്ങൾ എന്നിവയ്ക്കും ഇപ്പോൾ വിപണിയിൽ തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. അടുത്ത സീസണിൽ മികച്ച വിളവ് പ്രതീക്ഷിച്ച് കപ്പ നട്ടവർ ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാത്ത അവസ്ഥയിലാണ്. വെള്ളം കയറിയ പാടശേഖരത്ത് കപ്പ കൃഷിയിറക്കിയ പാടശേഖരത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ഇവിടങ്ങളിൽ കൃഷിയിറക്കിയ വാഴ കർഷകരും കപ്പ കർഷകരും കടുത്ത പ്രതിസന്ധിയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മഴയ്ക്കൊപ്പം എത്തിയ കാറ്റ് മോനിപ്പള്ളി പ്രദേശങ്ങളിൽ കനത്ത നാശം തന്നെ വിതച്ചിട്ടുണ്ട്. ആഴ്ചകളായി തുടരുന്ന മഴ സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. നാട്ടിൻപുറങ്ങളിലും ചെറിയ ടൗണുകളിലും വ്യാപാര രംഗത്തും കടുത്ത മാന്ദ്യമാണ് അനുഭവപ്പെടുന്നത്. നിർമ്മാണ മേഖലയിലും സ്തംഭനാവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കാർഷിക രംഗത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന നഷ്ടം വരും മാസങ്ങളിൽ പച്ചക്കറി ഉൾപ്പെടെയുള്ളവയുടെ വിലക്കയറ്റത്തിന് ഇടയാക്കുമെന്ന് സൂചിപ്പിക്കപ്പെടുന്നു. കടുത്ത വേനലിനെ തുടർന്ന് കടന്നെത്തിയ കനത്ത മഴയും കർഷകരുടെ കണക്കുകൂട്ടുകൾ തെറ്റിച്ചുകൊണ്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മുൻവർഷത്തേക്കാൾ പച്ചക്കറി കൃഷി ഗണ്യമായി കുറഞ്ഞെന്നും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തവണ വേനലിലും ഉൽപാദനം കുറവായിരുന്നു. കാലവർഷം വൈകുമെന്ന കണക്കുകളെടുത്ത് കൃഷി ഇറക്കിയവർ ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാവുകയായിരുന്നു. മരങ്ങാട്ടുപള്ളി, കാണക്കാരി, കുറവിലങ്ങാട്, ഞീഴൂർ പഞ്ചായത്തുകളിലെ നിരവധി പാടശേഖരങ്ങളിലാണ് വെള്ളം കയറി വ്യാപകമായ കൃഷിനാശമുണ്ടായിരിക്കുന്നത്. പാവൽ, പടവലം, മരച്ചീനി, വാഴ കൃഷികളെയാണ് മഴ ബാധിച്ചിരിക്കുന്നത്. ഓണവിപണി ലക്ഷ്യമാക്കിയിരുന്ന പച്ചക്കറി കൃഷി കനത്ത മഴയെ തുടർന്ന് പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇത് ഉൽപാദന രംഗത്ത് കാര്യമായ കുറവുണ്ടാക്കിയാൽ വരുന്ന ഓണക്കാലം അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയത്തിനിടയില്ല.